ആരാണ് ദൈവങ്ങൾ, എന്താണ് ഈശ്വരീയത എന്ന് പറയുന്നത് വലിയൊരു ശ്വസിക്കുന്നത് എന്താണോ അത് ഈശ്വരനാണ്. കാണാൻ കഴിയുന്നത് എന്താണോ അത് ഈശ്വരനാണ്. അനുഭവിച്ചറിയാൻ കഴിയുന്നത് എന്താണോ അത് ഈശ്വരനാണ്. ഇപ്പോൾ ഇത് ഒരു ഏലിയൻ ആണ് എന്നൊക്കെ പറയുന്നതോ ഈശ്വരൻ. പ്രകൃതി കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓരോ സമയം കാലത്തും. വ്യതിയാനം വന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ഓരോ ഭാഗങ്ങൾ പ്രകൃതി ഇങ്ങനെ കലക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കണില്ലേ? ഇപ്പോൾ ഈശ്വരീയത എന്ന് പറയുന്നത് ഇതെല്ലാം ആണെങ്കിൽ ദൈവം ആരാണ് എന്നൊരു ചോദ്യം വരില്ലേ? ഇനി ആദ്യം മുതൽ ഈ ദൈവം എന്ന ഒരു വാക്ക് തന്നെ വന്നത് വെളിരാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ നമ്മൾ വായു ശ്വസിക്കുന്നുണ്ട്. വായുവിനെ നമ്മൾ ഈശ്വരനായി കണ്ട വായു നമുക്ക് ഈശ്വരനായി തന്നെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഈശ്വരനാണെങ്കിൽ പിന്നെന്തിനാണ് നമുക്ക് ഗുരുക്കന്മാരുടെ ആവശ്യം? അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അമ്മ ശ്രീഭദ്രയാണ്. അമ്മ നമസ്തേ. നമസ്കാരം. അമ്മ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ആരാണ് ദൈവങ്ങൾ, എന്താണ് ഈശ്വരീയത എന്ന് പറയുന്നത് വലിയൊരു ഇന്നത്തെ കാലത്തും ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആരാണ് ദൈവങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ദൈവങ്ങൾക്ക് പല ഡെഫിനിഷനുകൾ പല ആളുകളും പറയാറുണ്ട്. ചിലർ പറയുന്നത് ഏലിയൻസ് ആണ്, മറ്റു ഗ്രഹത്തിൽ നിന്നും നമ്മളെ നിയന്ത്രിക്കുന്ന ചില ശക്തികളാണ് എന്ന് പറയും. ചിലർ പറയും അത് ചില പ്രേത കലകളാണ് എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ദൈവങ്ങൾ, എന്താണ് ദൈവങ്ങൾ, എന്താണ് ഈശ്വരീയത? ഇപ്പോൾ ഈശ്വരീയത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈശ്വരനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ജീവിതമുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈശ്വരീയത എന്ന് പറയുന്നത്? മോനു, ഈശ്വരീയത എന്ന് പറയുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്തൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് കുഞ്ഞിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. വളരെയേറെ റിസർച്ചുകളും നടത്തിയിട്ടുള്ള സബ്ജക്റ്റാണിത്. ഈശ്വരീയത, ദൈവികത എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെയും ഡെഫിനിഷൻ, നിർവചനം ഓരോരുത്തർ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഈ നിർവചനങ്ങളൊന്നും എത്തേണ്ടടുത്ത് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാലാകാലങ്ങളായി ഓരോരോ അവതാര രീതികൾ വന്നിട്ടും ഒന്നും യഥാവിധി മനസ്സിലാക്കേണ്ട രീതിക്ക് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം വരുന്നവരെല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളായാലും, ഇപ്പോൾ ഉണ്ണി ചോദിച്ച ചോദ്യം, നിങ്ങൾ രണ്ടാമതും വന്നു അമ്മയെ കണ്ടു, ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്ന് നല്ലൊരു മനസ്സിൽ തോന്നിയത് കൊണ്ട് വന്നു. ശരി, ഞാനത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വിഷയം ചെറുതല്ല, വളരെ വലിയ വിഷയമാണ്. എന്നാൽ പോലും ചെറിയ തോതിൽ പറഞ്ഞു പോകണം. പക്ഷെ പലരും പല രീതിയിലാണ് മനസ്സിലാക്കി എടുത്തിരിക്കുന്നതും. അപ്പോൾ ഈ മനസ്സിലാക്കി എടുത്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലാക്കൽ എത്രമാത്രമൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല. പക്ഷേ പൊതുവായി സത്യം അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, വളരെയേറെ ആൾക്കാരുണ്ട്. സത്യം മാത്രം അന്വേഷിച്ചിട്ട് ആ സത്യത്തെ കണ്ടുപിടിച്ച് സത്യത്തിൽ നിലനിന്ന് പോകാനും ഒക്കെ ആയിട്ട്. ഈ ഈശ്വരീയത എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചവും പ്രകൃതിയും ഒക്കെ ചേരുന്നതാണ് ഈശ്വരീയത എന്ന് പറയുന്നത്. ആ തന്മാത്രകൾ പല തരത്തിൽ ആയിരിക്കും മനുഷ്യനെ പ്രകടമായി കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈശ്വരീയതയ്ക്ക് ഓരോരുത്തർ നിർവചനം കൊടുക്കുന്നുണ്ട്. ശ്വസിക്കുന്നത് എന്താണോ അത് ഈശ്വരനാണ്. കാണാൻ കഴിയുന്നത് എന്താണോ അത് ഈശ്വരനാണ്. അനുഭവിച്ചറിയാൻ കഴിയുന്നത് എന്താണോ അത് ഈശ്വരനാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചുറ്റിലുള്ളതെല്ലാം നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഈശ്വരനാണ് അല്ലേ? ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ ഈശ്വരനായി കണ്ടാൽ എനിക്ക് ഈശ്വരനാണ്. അപ്പോൾ ഇത് ഒരു ഏലിയൻ ആണ് എന്നൊക്കെ പറയുന്നതോ ഈശ്വരൻ? കുഞ്ഞാ, എന്ത് ആർക്കും എങ്ങനെയും വിളിച്ച് പറയാം. പറയാതിരിക്കാനുള്ള ലൈസൻസ് ഇല്ലാതില്ല. പറയാൻ വേണ്ടി ഒരു ലൈസൻസ് ഉണ്ട്, പറയാതിരിക്കാനും ഉള്ള ലൈസൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ജ്ഞാനം, വിജ്ഞാനം എന്നൊരു സംഗതിയുണ്ട്. ജ്ഞാനം എന്നത് നമുക്ക് നേടാൻ പറ്റുന്ന അറിവുണ്ട്. അല്ലാതെ ഇപ്പോൾ എല്ലാവരും പറയുന്നോളൂ പ്രപഞ്ചം തുറന്നു കിടക്കുന്ന പുസ്തകമാണ്, അതിൽ നിന്ന് നമുക്ക് ജ്ഞാനം നേടാമെന്ന് പറയുന്നത്. തുറന്നു കിടക്കുന്ന പുസ്തകമാണെങ്കിലും പേജുകളുടെ എണ്ണം നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്ന പോലെ ആ ഈ എന്നും തറ പറ എന്നും ഒക്കെ പഠിക്കുന്നതെല്ലാം പോലെ തന്നെ പ്രപഞ്ചം എന്ന പുസ്തകത്തിൽ നിന്നും ധാരാളം പഠിക്കാനുണ്ട്. അപ്പോൾ ഈശ്വരീയത എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നത് അനുഭവിച്ചറിയണം, അതാണ് ഈശ്വരീയത. എനിക്ക് ചുരുക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരൊറ്റ വാക്കാണ്
അനുഭവിച്ചറിയുന്നത് എന്താണോ അതൊക്കെ ഈശ്വരീയതയാണ്. ഉദാഹരണത്തിന് രാഹുൽ അമ്മയിൽ ജനിച്ചു വന്നു, ഉടനെ തന്നെ ഇത് അമ്മയാണ് എന്ന് രാഹുൽ അറിയുന്നുണ്ടോ? ഇല്ല, ജനിച്ച ഉടനെ അറിയുന്നില്ല. പക്ഷേ അവിടെ എന്നാലും ഒന്നും ഒരു വാക്ക് പറഞ്ഞ് നിർത്തിയത് എപ്പോഴും ആ സ്നേഹമല്ല. ഈ 9 മാസം ഉള്ളിൽ കിടന്നിട്ട് പുറത്തേക്ക് വരുന്ന കുഞ്ഞിന് ആ അമ്മയുടെ സ്പർശനം, ശബ്ദം, അല്ലേ, അമ്മയുടെ ലാളനം, അമ്മയുടെ മുലപ്പാലിൻ്റെ രുചി എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരികയാണ്. ആണല്ലോ. ആ കുഞ്ഞായിരിക്കുമ്പോൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ 1 വയസ്സ് കഴിയുമ്പോൾ കൂടുതൽ അറിയും. ആണോ? ഒന്ന് വിശന്നാൽ കുഞ്ഞ് കരയുമ്പോൾ അമ്മയ്ക്ക് അറിയാം കുഞ്ഞിന് വിശന്നിട്ടാ കരയണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്. ഒന്ന് വേദനിച്ചാൽ കരയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഈശ്വരീയ ബന്ധമാണത്. ഇത് കേൾക്കുന്നവർ തിരിച്ചു ചോദിക്കും, ഇതെന്ത് ഈശ്വരീയതയാണ്? അതും ഈശ്വരീയതയായിട്ട് കാണണം. ആണോ? അങ്ങനെ കണ്ടാലാണ് അവിടെ എന്താ പറയുക, തർക്കമില്ലാത്ത ഒരു ബന്ധം വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കളങ്കമില്ലാത്ത സ്നേഹമാണ് ഈശ്വരീയത, അല്ലേ? ചുരുക്കത്തിൽ അതാണ് കുഞ്ഞെ, കളങ്കമില്ലാതെ സ്നേഹിക്കേണ്ട ഒരു സംഗതിയാണ് ഈശ്വരീയത. പക്ഷേ ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്നൊരു ചോദ്യം. അറിയാൻ കഴിയുമല്ലോ. ഇപ്പോൾ ഈശ്വരീയത എന്ന് പറയുന്നത് ഇതെല്ലാം ആണെങ്കിൽ ദൈവം ആരാണ് എന്നൊരു ചോദ്യം വരില്ലേ? നീ ആദ്യം മുതലേ ഈ ദൈവം എന്ന ഒരു വാക്ക് തന്നെ വന്നത് വെളിരാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു. പണ്ടൊക്കെ എല്ലാവരും ഈശ്വര എന്നാണ് വിളിക്കുക. ദൈവമേ എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് നൂറ്റാണ്ടുകൾക്കിപ്പുറം, കുറച്ച് വർഷങ്ങൾക്കിപ്പുറം വെച്ചിട്ടാണ്. അത് ഈ മറ്റ് രാജ്യക്കാരുടെ ഇടപെടൽ വന്നപ്പോൾ ആ ഭാഷയും ഈ ഭാഷയും കൂടെയൊക്കെ കലർന്നു വന്നു. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് ഭാഷക്കാർ ഗോഡ് എന്ന വാക്ക് പറയുന്നത് ദൈവം എന്നതാണ്. ദിവം എന്ന വാക്കിന് പ്രകാശം എന്ന് മാത്രം അർത്ഥം വെച്ചിട്ടാണ് അവർ ദൈവം എന്നാക്കിയത്. ദൈവം പ്രകാശമാണ് എന്നുള്ള രീതിയിലാണ് ദൈവത്തെ വിലയിരുത്തിയത്. പക്ഷെ അതിന് ആദ്യകാലം മുതൽ ഭാരതത്തിൻ്റെ മണ്ണിൽ, അതായത് നമ്മുടെ പൂർവ്വ മണ്ണെന്ന് പറയുന്ന ജംബൂദ്വീപം എന്നൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും പറയുകയാണ്, വളരെ പുരാതന നൂറ്റാണ്ടുകൾ മുതൽ ഈശ്വരത്വം നിറഞ്ഞു കളിച്ചിരുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ ഇവിടെ. അത് അന്നും അതെ, ഇപ്പോഴും അതെ. അതിനെ യഥാവിധി കണ്ടു മനസ്സിലാക്കി അനേകം ഋഷിമുനിമാരത് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു. വീണ്ടും 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 അവർ അതിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ പിന്നെയും കൈവിട്ടു പോകും. അവരുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് കൈവിട്ടു പോകും. പിന്നെ അടുത്ത് വരുന്നവർ അവരുടെ തോന്നും പോലെ കൊണ്ട് നടക്കും. അപ്പോൾ അങ്ങനെ ദൈവങ്ങളെ ഏത് രൂപത്തിൽ, ദൈവങ്ങൾ എന്ന് പറയുന്നത് ചിലർ പറയുന്നുണ്ട് മൂർത്തികളാണെന്ന്, ചിലർ പറയുന്നുണ്ട് അത് യഥാവിധി ദൈവിക ശക്തികളാണെന്ന്. അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവികത അല്ലെങ്കിൽ ഈശ്വരീയത എന്ന് പറയുന്നത് അത് ആ പറയുന്നത് കൊണ്ട് മാത്രമല്ല, അതിന് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്. മനസ്സിലായേ? അമ്മ നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനം, വിജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്ന അറിവ് മാത്രമാണ്. വിജ്ഞാനം എന്ന് പറയുന്ന ശാസ്ത്രവും കൂടെ ചേർന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യകാലം മുതൽ ഈ ജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും ഒക്കെയും പഴുതുകൾ കണ്ടെത്തിയാണ് പ്രകൃതിയിൽ നിന്ന് തന്നെ മനുഷ്യൻ ഓരോന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. പ്രകൃതി കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓരോ സമയകാലത്തും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, സൂര്യൻ്റെ താപം വളരെ കൂടുതലാണ്, സന്തുലിതാവസ്ഥ, കാലാവസ്ഥയുടെ സന്തുലിതാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്, വ്യതിയാനം വന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ഓരോ ഭാഗങ്ങൾ പ്രകൃതി ഇങ്ങനെ കലക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന കേൾക്കണില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ ഉൾക്കൊള്ളേണ്ടത്? വരുന്നവർ ഉൾക്കൊള്ളേണ്ട ശാസ്ത്രം മനസ്സിലാക്കണം. വിജ്ഞാനം എന്ന് പറയുന്ന ശാസ്ത്രമാണ്. ഈ വിജ്ഞാനത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഇത് ഉണ്ടാവാതിരിക്കാൻ, അല്ലേ? ഒരു രോഗം വരും, ഉദാഹരണത്തിന് ഒരു രോഗം വന്നിട്ട് ആ രോഗത്തിന് ചികിത്സ ചെയ്ത് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം രോഗം മാറ്റുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനുള്ള ഒരു കണ്ടുപിടുത്തം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രോഗം വരാതെ തടയാം, അല്ലേ? ഇതെല്ലാം വിജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഈശ്വരീയത എന്ന് പറയുന്നത് മഹാപ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന വിജ്ഞാനമാണ്.
ഇപ്പം നമുക്കിപ്പോൾ തന്നെ പറയാം, ഓരോരോ കാര്യങ്ങൾക്ക് ഋഷിമുനിമാർ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നാണ് ഇപ്പോൾ കുഞ്ഞ് ചോദിച്ചത്. നമുക്ക് പ്രകാശം തരുന്നത് മാത്രമല്ല, നമുക്ക് നേരിട്ട് കാണാൻ, ആ കാണുന്നതിനെ അനുഭവിക്കാൻ, ആ അനുഭവിച്ചതിൽ നിന്ന് നമുക്ക് വീണ്ടും മറ്റ് പല കാര്യങ്ങൾ നേടാൻ ഇതൊക്കെയും സാധിക്കുന്ന ഒരു രൂപങ്ങളായി ഓരോരുത്തർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ പല ഗുരുക്കന്മാരും പറയുന്നത് ദൈവത്തെ കാണണമെങ്കിൽ ഈ ദീക്ഷ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റൊരു ദീക്ഷ വാങ്ങിച്ചാൽ മതി, ഈ സാധന പ്രക്രിയ ചെയ്താൽ മതി എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഈ മന്ത്ര സാധന ചെയ്താൽ മതി, ഈ സമ്പ്രദായം കൈക്കൊണ്ടാൽ മതി, ദൈവത്തെ കാണാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇപ്പോൾ ഓരോരുത്തരും പറയുന്നതിലേക്ക് നമുക്ക് കടന്നു പോകണ്ട. നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞിനോട് അമ്മ, ഓരോരുത്തരും അവരവരുടെ സ്വാതന്ത്ര്യത്തിനും അവരവരുടെ ഇംഗിതത്തിനും അവരവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ നേട്ടങ്ങൾക്കും വേണ്ടി പലതും പറയും. പക്ഷെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങളിൽ തന്നെ ഉള്ളതിനെ അപ്പോൾ തിരഞ്ഞെടുക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആത്മാവിനെ കണ്ടെത്തുക. ഈ ആത്മാവിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ആ ആത്മാവ് ദൈവിക ആത്മാവാണോ, നേരത്തെ പറഞ്ഞ പോലെ ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ ഈശ്വരീയ ആത്മാവാണോ, ഈശ്വരനാണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിനറിയണം അല്ലേ. അപ്പോൾ അതിനാണ് ആദ്യകാലങ്ങളിലെ ശക്തി എന്ന ഒരു സ്വരൂപം, അത് പ്രകൃതി ആയിക്കോട്ടെ എക്സോറോ എന്തോ ആയിക്കോട്ടെ, അത് പരം എന്ന് പറഞ്ഞാൽ അനേകം. അപ്പം മനുഷ്യൻ എത്രത്തോളം ആയോ അതുപോലെ തന്നെ ദൈവികതയും അല്ലെങ്കിൽ ഈശ്വരീയതയും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തു, അതേ തന്മാത്രകളായി. ഈ തന്മാത്രകളെയാണ് ദൈവമായി കണ്ടത് അവരവരുടെ കുടുംബത്തിനകത്ത് അവരവർക്ക് വെച്ച് വാഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ മൂർത്തിയാക്കി. ഇതിനെല്ലാം പിന്നിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അത് നേരത്തെ ഇതുപോലെ കോൺഗ്രസ് വന്നിട്ടുണ്ട്, ഓരോരുത്തർ വന്ന് ചോദിക്കാനും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് ഇപ്പം തുടങ്ങിയതല്ല കുഞ്ഞെ, കാലങ്ങൾക്കനുസൃതമായിട്ട് എൻ്റെ കയ്യിലിരിക്കണം ഇത് എന്ന് വിചാരിച്ചിട്ട് എന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാത്ത, ശരിയായ രീതിയിൽ പകർന്നു കൊടുക്കാതെ ഇങ്ങനെ വെച്ച് മാറ്റി വരുമ്പോൾ അവസാനം വരുമ്പോൾ ഒന്നും അല്ലാതാവും അല്ലേ. ആ രീതിയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഈ സമ്പ്രദായങ്ങളും മറ്റു കാര്യങ്ങളും, അതെ, ഈ സമ്പ്രദായം ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പോവാം. ആദ്യകാലത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ചോദിക്കും, നിങ്ങൾ എന്താ പഴയ പുരാതനത്തിലേക്ക് പോകണം, മനുഷ്യൻ നഗ്നനായി ജീവിച്ച കാലത്തിലേക്ക്? അതല്ല, നഗ്നത അവൻ മാറ്റിയെടുത്തത് എന്തുകൊണ്ടാ? ബുദ്ധി വെച്ചതുകൊണ്ടല്ലേ. ആ ബുദ്ധി എങ്ങനെ നേടി? പ്രകൃതിയിൽ നിന്ന് തന്നെ അവൻ കണ്ടുപിടിച്ചു ആണല്ലോ. അപ്പൊ ആ പ്രകൃതിയെയാണ് അവരെ ആദ്യം ആരാധിച്ചു തുടങ്ങി. പ്രകൃതിയെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ പ്രകൃതി തന്നെ അവർക്ക് ഓരോരോ രൂപങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. ഉണ്ണി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അമ്മ എന്ന രൂപത്തെ ആദ്യം മുതൽ കണ്ടത് കൊണ്ടാണ് അത് അമ്മ എന്ന് അറിയുന്നത്. ആ അമ്മയ്ക്ക് പകരം അനേകം അമ്മമാര് വന്നാലും സ്വന്തം അമ്മ മാത്രം തിരിച്ചറിയാം അല്ലേ. അതേപോലെ തന്നെയാണ് ദൈവികത, ഈശ്വരീയത എന്താ ചെയ്തിരിക്കണേ? പരമായി ഓരോരുത്തർക്കും അവകാശപ്പെടുന്ന രീതിയിൽ അനേക രൂപങ്ങളായി. അതാണ് ഈശ്വരീയത. അപ്പൊ എന്റെ ദൈവത്തെ ഞാൻ എങ്ങനെ കണ്ടെത്തും? അത് കണ്ടെത്തണമെങ്കിൽ അതിനാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരിക്കൽ പറഞ്ഞിരുന്നു, വേരിനെ കണ്ടെത്തണം, നമ്മുടെ പൂർവികരെ കണ്ടെത്തണം. പൂർവികരെ കണ്ടെത്തിയാൽ മതി. അവിടെ ഉണ്ട്, അവരിലുണ്ട് നമ്മുടെ കുലമാണല്ലോ പൂർവികത എന്ന് പറയുന്നത്. ആ വേരിലുണ്ട് നമ്മുടെ. അപ്പൊ ഇതെല്ലാവർക്കും കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ വരുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടെത്താൻ പറ്റില്ല. വന്ന് കണ്ടെത്തി അവർക്ക് കയ്യിൽ നേരെ വാങ്ങിക്കൊടുത്തു. അനുഗ്രഹമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യകാലത്ത് അനുഗ്രഹമായിട്ടാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്രഹിക്കാൻ കഴിയുന്നതെല്ലാം അനുഗ്രഹമാണ്. ഗ്രാഹ്യം, മനസ്സിലാക്കാൻ, അറിയാൻ, അതിന് ഉറപ്പ് വരുത്താൻ, അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് അനുഗ്രഹം. അതിന് പകരം അതിനെ മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ല, പകരം ഞങ്ങളുണ്ട്. മധ്യസ്ഥന്മാർ കുറെ ഇറങ്ങി. ഓരോ കാലഘട്ടത്തിൽ എല്ലാത്തിലും മധ്യസ്ഥന്മാർ വന്നു. ഈ മധ്യസ്ഥന്മാരാണ് ഇപ്പോൾ ദൈവികതയെ അല്ലെങ്കിൽ ഈശ്വരീയതയെയും മനുഷ്യനെയും വേർതിരിച്ചു നിർത്തിയിരിക്കണേ. മനസ്സിലായോ? ബ്രാഹ്മണർ അങ്ങനെ പറയുന്ന സമ്പ്രദായത്തിന്റെ ഏത് സമ്പ്രദായം ആയിക്കോട്ടെ കുഞ്ഞെ, ഏത് സമ്പ്രദായം ആയിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, സമ്പ്രദായങ്ങൾ എപ്പോഴാ വന്നു തുടങ്ങിയേ?
ഈ സമ്പ്രദായം ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും ദൈവികതയെ ആരാധിച്ചിരുന്നു മനുഷ്യൻ, ഈശ്വരീയതയെ ആരാധിച്ചിരുന്നു. അതിൽ നിന്ന് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അവർ കണ്ടുപിടിച്ചിരുന്നു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അവർ ജീവിച്ചിരുന്നു. ആ ഋതുഭേദങ്ങൾ മാറ്റിയെടുക്കാൻ അവർ വേണ്ടുന്ന രീതിയിൽ സർവ്വസമ്പത്തും വനാന്തരങ്ങളിൽ കിട്ടുന്നത് തന്നെ അവർ പ്രകൃതിക്ക് കൊടുത്തു, പ്രകൃതി തിരിച്ചു അവർക്കും കൊടുത്തു. അങ്ങനെയാണല്ലോ ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ തുടങ്ങിയത്. ആണല്ലോ, അല്ലാന്ന് ആർക്കും ഇപ്പൊ തർക്കമില്ലല്ലോ. അപ്പൊ ആ പ്രകൃതി തന്നെയാണ് ദൈവീയം, ഈശ്വരീയത. നമ്മൾ വായു ശ്വസിക്കുന്നുണ്ട്. വായുവിനെ നമ്മൾ ഈശ്വരനായി കണ്ട വായു നമുക്ക് ഈശ്വരനായി തന്നെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഈശ്വരനാണെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഗുരുക്കന്മാരുടെ ആവശ്യം?